ബലാത്സംഗ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ബ്രസീലിയൻ ഫുട്ബോൾ താരം ഡാനി ആൽവസ് ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ നിഷേധിക്കുന്നു. ബ്രസീലിൽ നിന്ന് തന്നെയുള്ള ഒരു മാധ്യമമാണ് അൽവീസിൻ്റെ ആത്മഹത്യയെക്കുറിച്ച് വാർത്ത പുറത്തുവിട്ടത്. അനിൽ വാസു വീണ്ടും ചേരുന്നു. അനിൽ, ഒരുപക്ഷെ എങ്ങനെയാണ് ഇത്തരമൊരു വാർത്ത പ്രചരിപ്പിക്കാൻ ഈ മാധ്യമം തയ്യാറായത്? ഈ ബ്രസീലിൻ്റെ എക്കാലത്തെ മികച്ച ഫുട്ബോളർമാരുടെ ഒരു ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു ഫുട്ബോളർ കൂടിയാണ് ഈ ഡാനി ആൽവസ്. അവരുടെ സമീപകാലത്ത് അവർക്ക് വലിയ കിരീട നേട്ടങ്ങളിലേക്കൊക്കെ നയിച്ച ക്യാപ്റ്റൻ കൂടിയാണ് ഡാനി ആൽവസ്. അദ്ദേഹം ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിക്കുമ്പോഴാണ് അവിടെ ഒരു പബ്ബിൽ വെച്ച ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന കേസിൽ അദ്ദേഹത്തിന് ശിക്ഷ ലഭിക്കുന്നത്. 4 വർഷത്തെ ശിക്ഷയാണ് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ സ്പെയിനിലെ ജയിലിലാണ് ഡാനി ആൽവസ്. അപ്പോൾ ബ്രസീലിൽ നിന്നുള്ള ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ട്വീറ്റിൽ നിന്നാണ് ഇങ്ങനെ ഒരു വാർത്ത പുറത്തുവിട്ടത്. ജയിലിൽ വെച്ച് ഡാനി ആൽവസ് ജീവൻ ഒടുക്കി എന്നുള്ളത്. ഈ വാർത്ത പെട്ടെന്ന് തന്നെ വളരെ രീതിയിൽ പ്രചരിക്കുകയും ഒക്കെ തന്നെ ഉണ്ടായി. നിരവധി ആരാധകർ, ഇദ്ദേഹത്തിൻ്റെ ബ്രസീലിയൻ ഫുട്ബോളിൻ്റെയും ബാഴ്സലോണ ആരാധകരായ നിരവധി ആരാധകർ ഈ വാർത്തയൊക്കെ പങ്കുവെക്കുകയും ചെയ്തു. പിന്നാലെയാണ് ഡാനി ആൽവസിൻ്റെ അഭിഭാഷകൻ ഈ വാർത്ത നിഷേധിച്ച് രംഗത്തെത്തിയത്. ഈ ഡാനി ആൽവസ് തന്നെ പറഞ്ഞത് പ്രകാരമാണ് ഈ വാർത്ത അദ്ദേഹത്തിൻ്റെ നിഷേധിക്കുന്നത്. അതായത് ജയിൽ എന്ന് പറയുന്നത് നോ സൂയിസൈഡ് പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കുന്ന ഒരു ജയിലാണ്. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഒരു തരത്തിലും തന്നെ ഉണ്ടാവില്ല. ഡാനി ആൽവസിന് യാതൊരു പ്രശ്നങ്ങളൊന്നില്ലെന്ന് തന്നെയും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് അദ്ദേഹത്തിന് ഇളവ് കിട്ടാനുള്ള നടപടികളുമൊക്കെ തന്നെയായി അഭിഭാഷകൻ മുന്നോട്ട് പോവുകയാണെന്നും അറിയിച്ചു. എന്തായാലും ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ ഇത് സംബന്ധിച്ച് ഒരു ഫാൻസിന് വേണ്ടിയിട്ടുള്ള അവരുടെ ട്വിറ്റർ അക്കൗണ്ടിൽ പറയുന്നത്, ഇപ്പോൾ എക്സ് അക്കൗണ്ടിൽ പറയുന്നത്, ഈ വാർത്ത നിഷേധിക്കുന്നുണ്ട്. എന്താണ് ബാക്കി കാര്യങ്ങൾ എന്നൊക്കെ തന്നെ ഉടൻ തന്നെ അറിയിക്കാം എന്നുള്ള ഒരു വാർത്തയാണ് അവർ പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, ബ്രസീലിയൻ മാധ്യമങ്ങൾ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഡാനി ആൽവസിന് പ്രശ്നങ്ങളൊന്നുമില്ല, അദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ടില്ല എന്നുള്ള വാർത്തയാണ് ബ്രസീലിൽ നിന്നടക്കം പുറത്തു വരുന്നത്. ഓക്കെ, താങ്ക് യു അനിൽ വാസുദേവ്. ലിജോ ജോർജ്, കുറേ സമയമായിട്ട് അതൊരു വാർത്ത അറിയിക്കും. നിങ്ങളെ അറിയിച്ച ഒരു ഗുരുതരമായ വാർത്ത നിങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതായത് നിലമ്പൂർ ഒരു സ്ഥലത്ത് മഞ്ഞപ്പിത്തം ബാധിക്കുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, മരണം, ഇങ്ങനെയുള്ള രോഗങ്ങൾ പടരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വെരിഫൈ ചെയ്യാതെ, അതായത് സ്ഥിരീകരിക്കാതെ സംപ്രേഷണം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത്തരം വാർത്തകൾ നിങ്ങൾക്ക് 24-ൽ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ജില്ലാ ബ്യൂറോ അവിടെ ഉണ്ടാകും. എല്ലാ ജില്ലകളിലും, കേരളത്തിലെ 14 ജില്ലകളിലും ബ്യൂറോ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ബ്യൂറോകളിൽ അറിയിക്കുകയാണ് വേണ്ടത്. കാരണം ഏതെങ്കിലും ഒരു മരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആരെങ്കിലും ഒരു പൊടി തമാശയ്ക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന ഒരാൾ മരിച്ചു എന്ന് കരുതി നിങ്ങളെ വിശ്വസിച്ച് നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്താൽ, ഞാൻ ജീവനോടെ ഉണ്ട് എന്ന് അദ്ദേഹം പിന്നീട് ഫോൺ ചെയ്ത് പറഞ്ഞാൽ എന്താവും സ്ഥിതി? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഒരു മാധ്യമവും ഈ മരണമൊന്നും വെരിഫൈ ചെയ്യാതെ സംപ്രേഷണം ചെയ്യില്ല. പിഴവ് പറ്റാറുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വളരെ അപൂർവമാണ് അത്തരം പിഴവുകൾ. അപ്പോൾ നിങ്ങൾ ജില്ലാ ബ്യൂറോയെ അറിയിച്ച് നമ്മുടെ റിപ്പോർട്ടറിൻ്റെ സ്ഥിരീകരണത്തോടെ ഈ വാർത്ത ന്യൂസ് സെൻട്രൽ ഡെസ്കിൽ എത്തിയാൽ മാത്രമേ സംപ്രേഷണം ചെയ്യാൻ കഴിയൂ എന്ന് താങ്കൾ മനസ്സിലാക്കണം. മറ്റെല്ലാ പ്രേക്ഷകരും ഇത് കേൾക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.